സീക്രട്ട് ടോം, കുരുവി പാപ്പ, സീക്രട്ട് ടോം, ഇങ്ങനെ കുറേ ചെറിയ പടങ്ങൾ വരുന്നുണ്ട് നല്ല മെസ്സേജുള്ള. പക്ഷെ അങ്ങനത്തെ പടങ്ങൾ അത്ര വിജയിക്കുന്നില്ല. ഇതിലെ ടോപ്പിക് കണ്ട് നമ്മൾ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് വളരെ ഡിസ്റ്റർബിങ് തോന്നി. നടക്കുന്ന കാര്യമാണ് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ അവിധ ബന്ധങ്ങളെക്കുറിച്ചാണ്. അത് പണ്ട് കാലം മുതലേ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. IT ഫീൽഡിലും സിനിമ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഉണ്ട്. അത് കുടുംബം തകർക്കുന്ന പരിപാടിയാണ്. അത് അങ്ങനെ അതിൽ ഏർപ്പെടുന്ന ആൾക്കാർ അവരുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് കല്യാണത്തോട് നീര് വളർത്താൻ പറ്റില്ലെങ്കിൽ, കുടുംബത്തോട് നീര് വളർത്താൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഇഷ്ടമായിട്ടുള്ള ഫേസിൽ പോകുന്നത് വളരെ മോശമായ കാര്യമാണ്. അങ്ങനെ ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധം വയ്ക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശിവതി ആണെങ്കിലും എല്ലാവരും ഗ്രേറ്റ് റൈറ്ററാണ്. മറ്റേ ആണ് അനുമോഹൻ, ചന്തുനാഥ്, പിന്നെ അപർണദാസ് എല്ലാം നന്നായിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ കണ്ടു കഴിയുമ്പോൾ ദേഷ്യം തോന്നും. കാരണം അത് അവരുടെ അത്രയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ആ ദേഷ്യം തോന്നുന്നത്. വളരെ നല്ല ഫിലിമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. വളരെ മെസ്സേജുള്ള ഫിലിമാണ്. ഒപ്പം തന്നെ ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല, എൻഗേജിങ്ങുമാണ്. പടം നല്ലൊരു സിനിമയാണ്. കാരണം വെച്ചാൽ നമ്മളിതുവരെ കണ്ടിട്ടുള്ള വെച്ചിൽ അല്ലെങ്കിൽ ഒരുപാട് ഗംഭീരമൊന്നുമല്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈസ് ആയാലും അതിൻ്റെ സ്റ്റോറി ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റ് തന്നെയാണ് അവർ കാണിക്കുന്നത്. കുറച്ച് ഫിക്ഷൻ വൈസ് തന്നെ അതേപടി എടുത്ത് കാണിക്കില്ല, അതിനകത്ത് ഫിക്ഷനും ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ അപർണയുടെ പെർഫോമൻസ് ആയാലും ശരി, ശിവതയുടെ പെർഫോമൻസ് ആയാലും ശരി, ഇതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്തിട്ടുള്ളത്. ചന്തുനാഥ് എടുത്ത് പറയുന്നത്, ചന്തുനാഥനോട് നമുക്കെന്താ പറയുക, ശരിക്കും പറയാം കുറച്ച് പേർക്ക് തോന്നുന്നു അത് ആ കഥാപാത്രം അത്രയും ഡീപ്പ് ആയതുകൊണ്ടാണ്. അത് ആ പെർഫോമൻസ് വൈസ് ആയാലും നല്ല രീതിയിലുള്ള ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും. എന്താ പറയുക, ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ്, എന്താ പറയുക, വലിയൊരു ഹാപ്പി എൻഡിങ്ങോടെ അങ്ങനെ നടത്തുന്നൊരു പടമല്ല. ഇതൊരു എന്താ പറയുക, കുറച്ച് പെയിനോടെ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റർബൻസോടെ മാത്രമേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത് ആ സിനിമയുടെ വിജയം തന്നെയാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. വ്യത്യസ്തമായ ജോണർ തന്നെയാണ്. കാരണം വെച്ചാൽ ഇതുവരെ എന്താ പറയുക, ഒരുപാട് അങ്ങ് വൾഗറാക്കാതെ ആ കറക്റ്റ് മീറ്റർ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മേക്ക് ചെയ്ത രീതിയല്ലേ ശരി, കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താ പറയുക, അത് തിയേറ്റർ തന്നെ, അത് പറഞ്ഞാൽ സ്പോയിലറായിപ്പോൾ, അത് തിയേറ്റർ തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു പടം. അപർണ ചേച്ചിയുടെ പടമൊക്കെ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ചേട്ടൻ ക്യാരക്ടർ റോളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നല്ല പടം, നല്ല എക്സ്പീരിയൻസ് ആണ്. പടം നല്ല പടം, ഞാൻ പറഞ്ഞാൽ നല്ല പടം. ഡയറക്ടറൊക്കെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് മേക്കിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ കഥയൊക്കെ നല്ലതാണ്. ഒരു ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ആയിട്ടൊരു കഥയാണ് വന്നിരിക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ, ഈ ശിവതയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപർണ എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രായക്കാരും കാണാൻ പറ്റിയൊരു പടമാണ്. അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല. പടം നല്ല എന്തായാലും ഓടുന്ന ഉറപ്പ് കാര്യമാണ്. അത്യാവശ്യം നല്ല കണ്ടൻ്റൊക്കെ ഉള്ള പടമാണ്. സീക്രട്ട് ടോം പടം കണ്ടു. അതായത് പടം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കുടുംബത്തിൻ്റെ കഥ, ആ ഒരു രീതിയിലുള്ള ഇമോഷണൽ ടച്ചായ ഒരു പടമായിരിക്കണം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പടമല്ല. അതായത് ഇതിൽ കുറച്ച് അങ്ങനത്തെ പടമല്ല, ഫാമിലിയായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല, ഫാമിലി കഥ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ക്രൈം സ്റ്റോറിയും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അഭിനയിച്ച എല്ലാവരും, അതായത് എനിക്ക് എല്ലാവരും പേര് കൃത്യമായിട്ട് പറയാനറിയില്ല, അതുകൊണ്ട് അഭിനയിച്ച എല്ലാവരും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രീതിയിലും വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളും നിലനിർത്തുന്നുണ്ട്. അതായത് അങ്ങനെ വന്നാൽ ശരിയാവോ, ഇങ്ങനെ വന്നാൽ ശരി, ആ ഒരു രീതിയിൽ വേണം. അതൊക്കെ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. ജോണർ ഒരു ക്രൈം ത്രില്ലർ, അതെ ക്രൈം ത്രില്ലർ ആ ഒരു രീതിയിൽ. പക്ഷേ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നമുക്ക് ആ ഹരം കൊള്ളുമ്പോൾ ഉണ്ടല്ല, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നുന്നു. ഗംഭീര മൂവി, അടിപൊളിയായത്. പിന്നെ വ്യത്യസ്ത ജോണറാണ്. കാരണം അദ്ദേഹം ഇത്ര നാൾ എസ്പെഷ്യലി ഈസ് എ റൈറ്റർ. നമ്മുടെ പ്രിയനോട്ടത്തിലെ കുഞ്ഞമണി ഹോസ്പിറ്റലൊക്കെ ചെയ്തിട്ട് റൈറ്ററാണ് അതിൻ്റെ. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നതാണ്. നല്ല മൂവിയാണ്, ഒരു ഡിഫറെൻറ്റ് ജോണറാണ്. പിന്നെ കാസ്റ്റെല്ലാം പെർഫെക്റ്റാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. നല്ലൊരു സിനിമയാണ്. കാരണം ഇതിനു വേണ്ടി പറയുന്നതല്ല, കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ചില സിനിമകൾ നമ്മൾ കണ്ടുവരുമ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കുന്നൊരു അറിയാലോ, ഇങ്ങനെയായിരിക്കും ക്ലൈമാക്സ്. പക്ഷേ ഇത് നമ്മളെ എന്താ പറയുക, മുൾമുനയിൽ നിർത്തിയൊരു സിനിമയാണ്. സസ്പെൻസ് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് പേര് കാണാനുണ്ടല്ലോ. എന്തായാലും നല്ലൊരു സിനിമ. അഭിനയിച്ച എല്ലാവരും നല്ല അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും. പിന്നെ ക്യാമറയാണെങ്കിലും അതുപോലെ പിന്നിൽ പ്രവർത്തിച്ച യൂണിറ്റുകാരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
അതേപോലെ BGM ഒക്കെ ഇല്ലേ, BGM ഒക്കെ നല്ല രസമുള്ള BGM കൊടുത്തതാണ്. ഓരോ രംഗങ്ങളും നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു BGM. പിന്നെ ലോകത്ത് നടന്ന പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിയുള്ള ആളുകളുണ്ടല്ലോ, പല കാര്യങ്ങളും തുറന്നു പറയാൻ മടി കാണിക്കും. പക്ഷേ ഈ സിനിമയിലൂടെ അത് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഓരോ രംഗങ്ങൾ കാണുമ്പോൾ മേലിങ്ങനെ പൂത്ത് കയറുന്നൊരു അവസ്ഥയായിരുന്നു. അതുപോലത്തെ ഒരു രോമാഞ്ചമുള്ളൊരു അവസ്ഥയായിരുന്നു. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടം എന്തായാലും മുന്നോട്ട് വിജയമായി തുടരട്ടെ. എല്ലാവരും വന്ന് കാണുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മൂവിയാണ്. ഒരു പാട്ടുണ്ട്, ആ പാട്ടാണെങ്കിൽ നല്ലൊരു പാട്ടാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.